عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ വളരെയധികം ബറക്കത്താക്കപ്പെട്ട ധാരാളം നന്മകൾ വർദ്ധിച്ച ഒരു മാസം നമുക്ക് സമാഗതമാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളായ നമ്മോടുള്ള അപാരമായ അവൻ്റെ റഹ്മത്ത് കൊണ്ട്, അല്ലാഹുവിൻ്റെ ഫളലും ഔദാര്യവും അനുഗ്രഹങ്ങൾ കാരണം ഇങ്ങനത്തെ ഒരു മാസം വർഷത്തിൽ, എല്ലാ വർഷത്തിലും ഓരോ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമുക്ക് സൽക്കർമ്മങ്ങളുമായി മുന്നോട്ടു പോകാൻ, അല്ലാഹുവിലേക്ക് അടുക്കാൻ, അടിമകളായ നമ്മിൽ നിന്ന് പറ്റിപ്പോയ തെറ്റുകുറ്റങ്ങൾ, വീഴ്ചകൾ അത് പരിഹരിച്ചതുകൊണ്ട് വിജയത്തിലേക്ക് മുന്നേറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഹത്തായ ഒരു നിഅമത്താണ് ഈ ഷഹ്റു റമളാൻ എന്ന് പറയുന്നത്. കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് ഈ മാസത്തിൽ നിർബന്ധമാക്കിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളായ നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഉത്തരവാദിത്തങ്ങൾ, കൽപ്പനകൾ അതനുസരിച്ചുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളായ നമ്മോട് ചെയ്യരുതേ എന്ന് പറഞ്ഞ് വിലക്കിയ കാര്യങ്ങൾ കൃത്യമായി അത് പാലിച്ചുകൊണ്ട് അടിമകളായ നമ്മൾ അല്ലാഹുവിലേക്ക് മുന്നേറാൻ, അല്ലാഹുവിൻ്റെ പ്രതിഫലങ്ങളും ബഹുമാന ആദരവുകളും നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് നൽകിയ മഹത്തായ ഒരു മാസമാണ്, മുബാറക്കായ മാസമാണ് ഷഹ്റു റമളാൻ. എണ്ണപ്പെട്ട ദിവസങ്ങളുടെ ഉള്ളിൽ അത് നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ആ മാസത്തിൽ അടിമകളായ നമുക്ക് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ, നന്മയിൽ മുന്നേറാൻ ഒരുപാട് അവസരങ്ങൾ, സാഹചര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഒരുക്കി തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം തൻ്റെ ഹദീസുകളിൽ കൂടെ ഉണർത്തിയത് പല പ്രാവശ്യം, പല ഘട്ടങ്ങളിൽ, പല സദസ്സുകളിൽ നമ്മൾ കേട്ടതാണ്. എന്നാൽ പോലും വീണ്ടും വീണ്ടും അത് കേൾക്കേണ്ടുന്നത് നമുക്ക് അത്യാവശ്യമാണ്. അത് കേൾക്കുന്നത് നമുക്ക് പ്രചോദനമാണ്. തുടർന്നുകൊണ്ടുള്ള നമ്മുടെ മുന്നോട്ട് പോകുന്ന സമയത്ത് അത് നമുക്ക് ഉപകാരപ്രദവും ആണ്. ഈ മഹത്തായ മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വെക്കപ്പെടും. അതിൽപ്പെട്ട ഒന്നും തന്നെ ഈ മാസത്തിൽ അടക്കപ്പെടുകയില്ല. നരകത്തിൻ്റെ കവാടങ്ങൾ പൂട്ടി അടക്കപ്പെടും. അതിൽപ്പെട്ട ഒന്നും തന്നെ ഈ മാസത്തിൽ തുറക്കപ്പെടുകയില്ല. മനുഷ്യരെ നാശത്തിലേക്കും വഴികേടിലേക്കും പ്രേരിപ്പിക്കുന്ന പിശാചുകളെയും ജിന്നുകളിൽ നിന്നുള്ള മനുഷ്യരോട് ശത്രുത പുലർത്തുന്ന മറദത്തുൽ ജിന്നുകളൊക്കെ ഈ മാസത്തിൽ ചങ്ങലക്കെട്ട് ബന്ധിക്കപ്പെടും. നമുക്കത് അനുഭവത്തിൽ കൂടെ മനസ്സിലാകുന്നത്. റമളാന് വരുമ്പോൾ മറ്റുള്ള സമയങ്ങളിലും കാലങ്ങളിലും ഇല്ലാത്ത ഒരു ഉന്മേഷം, ആവേശം, ഒരു താല്പര്യം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആളുകളുടെ മനസ്സിലുണ്ടാകുന്നത് അനുഭവത്തിൽ കൂടെ നമുക്ക് ഓരോരുത്തർക്കും ഉള്ള കാര്യമാണ്. ഈ മാസത്തിലുള്ള നോമ്പ് എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമിൽ അതിമഹത്തായ അതിൻ്റെ റുക്നാണ്. ദീനുൽ ഇസ്ലാമിൻ്റെ അതിപ്രധാനപ്പെട്ട നെടും തൂണാണ്. 4-ാമത്തെ ഷഹ്റു റമളാൻ, ആ മാസത്തിലുള്ള നോമ്പ് എന്ന് പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഒരു വീടിനോട് ഉപമിച്ചുകൊണ്ട് 5 നെടും തൂണുകളിലാണ് ദീനുൽ ഇസ്ലാമിനെ എടുക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ഭവനമാണെങ്കിൽ അതിൻ്റെ ഒരു ഫില്ലർ, അതിൻ്റെ ഒരു തൂണിന് ബലക്ഷയം സംഭവിച്ചാൽ, അതിൽ എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയാൽ ആ സ്ഥാപനത്തിന് ബലക്ഷയമുണ്ടാകും. എന്നതുപോലെ ദീനുൽ ഇസ്ലാമിൻ്റെ ഈ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളിൽ ഒരാളെടുത്ത് വീഴ്ച പറ്റിയാൽ അവൻ്റെ ഇസ്ലാമിൽ കുറവും വീഴ്ചകളും പാകപ്പിഴവുകളും ഉണ്ടാകും. അങ്ങനെ പറഞ്ഞു, ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്,
വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വഇഖാമുസ്സലാ വഇതാഉസ്സകാ വസൗമി റമളാൻ വൽ ഹജ്ജ്. റമളാൻ മാസത്തിലുള്ള നോമ്പ് ദീനുൽ ഇസ്ലാമിൽ അതിമഹത്തായ സ്ഥാനം, പ്രാധാന്യമുണ്ടതിന്. അള്ളാഹുവിന്റെ റസൂൽ റമളാൻ ഷരീഫ് വരുന്നതിന്റെ മുമ്പ് തന്റെ അനുചരന്മാർക്ക് സന്തോഷവാർത്ത അറിയിക്കലുണ്ടായിരുന്നു. അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കലുണ്ടായിരുന്നു. ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബശ്ശിറു അസ്ഹാബഹു ബിദുഖൂലിഹി. റമളാൻ മാസം വരുന്നതിൽ സന്തോഷവാർത്ത അറിയിക്കും. വയഹുസ്സുഹും അലാ സിയാമിഹി വഖിയാമിഹി വഗ്തിനാമി സആതിഹി വഅയ്യാമിഹി. അതിൽ നോമ്പനുഷ്ഠിക്കാൻ, അതേപോലെ തന്നെ ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങൾ, പ്രത്യേകിച്ച് ഖിയാമുൽ ലൈൽ പോലത്തെ കാര്യങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അതിൻ്റെ ഓരോരോ സമയങ്ങളും പകലുകളും അത് നേടിയെടുക്കാൻ വേണ്ടി അവരെ ഉണർത്തലുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് പറയുമായിരുന്നു, ഖദ് ജാഅകും റമളാനു, നിശ്ചയം നിങ്ങൾക്കിത് റമളാൻ വന്നിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്കുൻ, ധാരാളം നന്മ വർദ്ധിച്ച മാസമാണ്. ബറക്കത്തുകൾ എന്ന് പറഞ്ഞാൽ ഖൈറാത്ത് കസീർ, ധാരാളം നന്മകൾ, ദീനിലും ദുന്യവിയുമായ ഖൈറാത്തുകൾ നമുക്കത് അനുഭവപ്പെടലുണ്ട്. സാധാരണ അത് അനുഭവപ്പെടലുണ്ട്. റമളാൻ വരുന്നതിൻ്റെ മുമ്പ് ചില ആളുകൾ ഇനി എങ്ങനെയാണ് റമളാനിൽ എന്താണ് ചെയ്യുക, എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തോന്നുന്ന ആളുകൾ അതിൻ്റെ പകുതിയാകുമ്പോൾ പറയും, എത്ര വേഗതയിൽ, എത്ര ലളിതമായി, എത്ര സുന്ദരമായി, പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളും വിഭവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തുകളും നൽകിക്കൊണ്ട്. ഷഹ്റുൻ മുബാറക് ഇഫ്തറല്ലാഹു അലൈക്കും സിയാമഹു, അതിൽ നോമ്പനുഷ്ഠിക്കൽ അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. തുഫ്തഹു ഫീഹി അബ്വാബു അൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ അതിൽ തുറക്കപ്പെടും, നരകത്തിന്റെ കവാടങ്ങൾ അതിൽ അടച്ചുപൂട്ടപ്പെടും. വതുഗല്ലു ഫീഹി ഷയാത്തീൻ, ആളുകൾക്ക് ഇബാദത്തിന് മുന്നേറാൻ വേണ്ടി പിശാചുകളെ ആ മാസത്തിൽ ചങ്ങലക്കെട്ടപ്പെട്ട് ബന്ദികളാക്കപ്പെടും. പിശാചുകൾക്കുള്ള സ്വാധീനം മറ്റ് സമയങ്ങളിലും കാലങ്ങളിലും ഉള്ളതുപോലെ ഇല്ലാത്ത നിലക്ക് അവരെ ബന്ധനസ്ഥരാക്കപ്പെടും. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, ആ മാസത്തിൽ ആ മാസത്തിൽ ധാരാളം നന്മകളും സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾക്കുള്ള ഇരട്ടി പ്രതിഫലങ്ങളും ഉള്ളതിൻ്റെ പുറമെ അതിൽ ഒരു രാത്രിയുണ്ട്, 1000 മാസത്തിൽ ഇബാദത്ത് ചെയ്യുന്നതിലേറെ ശ്രേഷ്ഠമായ ഒരു രാത്രി. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിം, ആ നന്മ ഒരാൾക്ക് തടയപ്പെട്ടാൽ, ആ രാത്രി പ്രത്യേകിച്ച് ഒരാൾക്ക് സൽക്കർമ്മത്തിൽ മുന്നേറാൻ കഴിയാതെ ഒരാൾക്ക് അത് നഷ്ടപ്പെട്ടാൽ, അത് നഷ്ടപ്പെടാൻ കാരണം അവൻ്റെ അടുത്തുള്ള പ്രവർത്തനങ്ങളുടെ ദൂഷ്യവും അതിൻ്റെ തെറ്റുകളും കാരണം ഒരാൾക്ക് ആ രാത്രി സൽക്കർമ്മങ്ങൾ നേടിയെടുക്കാൻ കഴിയാതെ തടയപ്പെട്ടാൽ ഫഖദ് ഹുരിം, അവൻ ഹതഭാഗ്യനാണ്, നന്മ തടയപ്പെട്ട ആളാണ് ആ വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയലുണ്ടായിരുന്നു. ആ മാസത്തിൽ ഒരാൾ ചൂട് കഠിനമായ പകൽ സമയങ്ങളിൽ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തൻ്റെ ശരീരത്തിനെ പ്രയാസപ്പെടുത്തിയാൽ, ദാഹിച്ചു വലഞ്ഞവനായി, വിശന്ന് ക്ഷീണിച്ചവനായി അതിൻ്റെ പകലുകളിൽ ഒരാൾ ക്ഷമിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മാത്രം മറ്റുള്ളവർക്ക് നൽകാത്ത, മറ്റുള്ള സമയത്തില്ലാത്ത, മറ്റുള്ള ഇബാദത്തുകൾക്കില്ലാത്ത പ്രതിഫലം, ആദരവ് അവർക്ക് നൽകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി, മുസ്ലിം പോലത്തെ പണ്ഡിതന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിന് ഒരു വാതിലുണ്ട്, അതിൻ്റെ പേര് റയ്യാൻ എന്നാണ്. റയ്യാൻ യദ്ഖുലു മിൻഹു സ്വായിമൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നോമ്പുകാരായ ആളുകൾ ആ കവാടത്തിൽ കൂടെ കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. ലാ യദ്ഖുലുഹു മിൻഹു അഹദുൻ ഗൈറുഹും, നോമ്പുകാരല്ലാത്ത മറ്റൊരാളും ആ കവാടത്തിൽ കൂടെ പ്രവേശിക്കുകയില്ല. എന്നിട്ട് അവിടെ വെച്ച് പറയപ്പെടും, ഐന സ്വായിമൂൻ, നോമ്പുകാരെവിടെയാണ്, നോമ്പുകാരി എവിടെയാണ് എന്ന് അവരെ വിളിച്ചുകൊണ്ടേയിരിക്കും. ആ കവാടത്തിൽ കൂടെ പ്രവേശിപ്പിച്ചുകൊണ്ട് അവരെ ആദരിക്കാൻ വേണ്ടി അവർക്ക് മാത്രം പ്രത്യേകമായ ഒരു വഴി. അങ്ങനെ അവർ കടന്നു കഴിഞ്ഞാൽ ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും ഫഇദാ ദഖലു ഉഗ്ലിഖ്, നോമ്പുകാരെല്ലാവരും അതിൽ കൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കവാടത്തെ അടച്ചുപൂട്ടപ്പെടും. ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ. ബുഖാരി, മുസ്ലിം റഹിമഹുമുള്ളൊക്കെ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പുകാർക്ക് നൽകുന്ന പ്രതിഫലം മറ്റ് ഇബാദത്തുകൾക്ക് ഇല്ലാത്ത നിലക്ക് അതിൻ്റെ ബഹുമാനാദരവ് അല്ലാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ഇഖ്ലാസ് അനുസരിച്ച്, അവന്റെ സിദ്ഖ് അനുസരിച്ച്,
ചെയ്യുന്ന ഇബാദത്തിന്റെ കൃത്യത അനുസരിച്ച് അള്ളാഹു അതിന്റെ പ്രതിഫലങ്ങൾ 1-ന് 10, 10-ലേറെ 7, 70, 70,000 കയ്യും കണക്കുമില്ലാത്തത് നൽകും പല സൽക്കർമ്മങ്ങൾക്കും. നോമ്പിന്റെ കാര്യം വന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കുല്ലു അമലി ബനി ആദമ ലഹു എല്ലാ യുളാഅഫു കുല്ലു അമലി ബനി ആദമ യുളാഅഫു അൽ ഹസനത്തു അശ്റു അംസാലിഹ ഇലാ 700 ളൈഫിൻ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ആ മനുഷ്യന്റെ ഇഖ്ലാസും അവൻ ആ ചെയ്യുന്ന ഇബാദത്തിന്റെ കൃത്യതയും പൂർണ്ണതയും അനുസരിച്ച് അതിന്റെ പ്രതിഫലങ്ങൾ ഇരട്ടിയാക്കപ്പെടും. 700 ഇരട്ടിയും അതിലേറെ കൂടുതലുമൊക്കെ. നോമ്പിന്റെ കാര്യം വന്ന സമയത്ത് അള്ളാഹു പറഞ്ഞു ഇല്ല സൗം, നോമ്പിന്റെ കാര്യം ഒഴിച്ചു. നോമ്പിന്റെ അതിൽ പ്രത്യേകമായ രൂപത്തിലാണ് പറഞ്ഞത്. ഫഇന്നഹു ലീ വ അന അജ്സി ബിഹി, നിശ്ചയം നോമ്പ് അത് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം ഞാനാണ് നൽകുന്നത്. അടിമകൾ നിഷ്കളങ്കരായി ഇഖ്ലാസോടുകൂടെ മുവഹിദീങ്ങളായ അടിമകൾ നിർവഹിക്കുന്ന ഇബാദത്ത് മുഴുവനും അള്ളാഹുവിന് തന്നെയാണ്. അതിനൊക്കെ പ്രതിഫലം നൽകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. പക്ഷേ നോമ്പിന്റെ കാര്യം പ്രത്യേകമായി എടുത്തു പറഞ്ഞു അള്ളാഹു. നോമ്പ് എന്ന് പറയുന്ന ഇബാദത്തിൽ ഇഖ്ലാസ് പൂർണ്ണമായി ഉണ്ടാകുന്ന ഒരു ഇബാദത്താണത്. അത് മറ്റുള്ളവരെ കാണിക്കാതെ മറ്റുള്ളവരെ അറിയാതെ നിർവഹിക്കാൻ കഴിയുന്നതാണ് നോമ്പ് എന്ന് പറയുന്ന ഇബാദത്ത്. ഒരാൾ നോമ്പുകാരനാണോ, വന്നിരിക്കുന്ന സദസ്സിൽ വന്നിരുന്ന് അവൻ നോമ്പുകാരനാണോ അല്ലേ, അവനും അള്ളാഹുവിനും മാത്രമേ ആ കാര്യം അറിയുകയുള്ളൂ. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് അവന്റെ ക്ഷീണം മാറ്റി ആളുകളുടെ മുന്നിൽ വന്നിരുന്ന ആളുകൾക്ക് അറിയുകയില്ല ഇവൻ നോമ്പുകാരനാണോ അതല്ല ഇവൻ നോമ്പ് തുറന്നവനാണോ മുറിച്ചവനാണോ എന്ന്. അതിൽ അത്രത്തോളം ഇഖ്ലാസിന് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു നോമ്പിന്റെ കാര്യം അത് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാനാണ് നൽകുക. എത്രയാണ് നൽകുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എണ്ണമോ അതിന്റെ വണ്ണമോ നമുക്ക് വിവരിച്ച് തരാത്ത നിലക്ക് അതിന്റെ ബഹുമാനം ആദരവ് എടുത്തു പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരി ഇമാം മുസ്ലിം റഹിമഹുമുള്ളാഹി റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അതുകൊണ്ട് മഹത്തായ ഈ മാസത്തിന് നമ്മുടെ ഭാഗത്തിൽ നിന്ന് അതിനെ എതിരേൽക്കാനും അതിനെ സ്വീകരിക്കാനും അതിൽ ഈ പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പിന്നിൽ വെച്ച ആ ലക്ഷ്യം അത് പൂർത്തീകരിക്കാനും നമ്മുടെ ഭാഗത്തിൽ നിന്ന് ശ്രമങ്ങൾ അത്യാവശ്യമാണ്. നമ്മുടെ ഭാഗത്തിൽ നിന്നുള്ള ചില അധ്വാനങ്ങൾ അനിവാര്യമാണ്. അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദൻ നാസ് വകാന അജ്വദു മാ യകൂനു ഫീ റമളാൻ. അള്ളാഹുവിന്റെ റസൂല് സൽക്കർമ്മങ്ങൾ, ദാനധർമ്മം, സാമ്പത്തികമായ ദാനധർമ്മം മാത്രമല്ല, ഇബാദത്തുകൾ, എല്ലാ നിലക്കുള്ള ഇബാദത്തുകളും, അള്ളാഹുവിനോടുള്ള ഹക്കുകളായിട്ടുള്ള ഇബാദത്തുകളും അടിമകളുമായിട്ടുള്ള അവരോടുള്ള ഹക്കുകളായ ഇബാദത്തുകൾ, നന്മയുടെ ഏതൊക്കെ ഇനങ്ങളുണ്ടോ അതിൽ ഏറ്റവും കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ അത് നൽകുന്ന ആളായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ. എല്ലാ സമയത്തും റമളാന് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽക്കർമ്മങ്ങളുടെ ഈ ഇനങ്ങൾ ധാരാളം അത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അഴിച്ചുവിടപ്പെട്ട കാറ്റിനീരാറ്. ഒരു കാറ്റടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന ആൾക്ക് ആ കാറ്റ് ലഭിക്കും, ഇന്ന ഭാഗത്ത് അത് അടിക്കൂല, ഇന്ന ഭാഗത്ത് കിട്ടൂല, ഇങ്ങനെയല്ല, എല്ലാവർക്കും സന്തോഷകരമായ നിലക്ക് ആ കാറ്റ് ലഭിക്കുക. അങ്ങനെയാണ് എന്നതുപോലെ കയ്യും കണക്കുമില്ലാതെ എണ്ണവും വണ്ണവും നോക്കാതെ അള്ളാഹുവിന്റെ റസൂല് സൽക്കർമ്മങ്ങൾ കൊണ്ട് അഴിച്ചുവിടപ്പെട്ടൊരു കാറ്റിനീലേറെ ദാനധർമ്മിഷ്ഠനായിരുന്നു. സാമ്പത്തികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതും അള്ളാഹുവിനോടുള്ളതും അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ളതും ഹക്കുകളായ കാര്യങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിൽ റമളാന് വന്നാൽ റമളാനിൽ പ്രത്യേകിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അത് മുറാജ റിവിഷൻ നടത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വരുമ്പോൾ സൽക്കർമ്മങ്ങളുടെ എല്ലാ ഇനങ്ങളും ധാരാളം നിർവഹിക്കുന്ന ആളായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ അങ്ങനെയായിരിക്കണം. പരിശുദ്ധമായ റമളാനുമായി ബന്ധപ്പെടുമ്പോൾ അത് വരുന്നതിന്റെ മുമ്പും അത് വന്ന് ആ റമളാനിലാകുമ്പോഴും നമ്മിൽ നിന്നുണ്ടാവേണ്ടത് ഇങ്ങനെയാണ് എന്ന് ഉണർത്താൻ വേണ്ടിയാണ്. ഇത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മാസത്തിൽ ഈ പറയുന്ന സൽക്കർമ്മങ്ങളുമായി മുന്നേറാൻ വേണ്ടി നമുക്ക് തൗഫീഖും സഹായവും അനുഗ്രഹവുമായി വന്ന ഈ നന്മകളുടെ മേലറിയിക്കുന്ന ഹദീസുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ നാം അതിനെ എതിരേൽക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നാം റമളാനിനെ എതിരേൽക്കേണ്ടത്? നാം അതിനെ എതിരേൽക്കേണ്ടത് ഏറ്റവും ആദ്യം പൂർണ്ണമായ സന്തോഷത്തോടുകൂടെ, നല്ലൊരവസരം ഇതാ നമുക്ക് വരുന്നു എന്നുള്ള മാനസികമായ അവസ്ഥ ഏറ്റവും ആദ്യം.
റമദാന് വരികയാണ്, ഭക്ഷണപാനീയങ്ങളില്ല, ക്ഷീണമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, ഈ പറയുന്ന പ്രയാസത്തിന്റെ മനസ്സുകൾ മുഴുവനും അത് മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരവസരം, ഒരു സീസൺ വരുമ്പോൾ ഒരു കച്ചവടക്കാരായ ആളുകൾക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമുണ്ടാകും. നല്ലൊരു സീസൺ ഇതാ നമ്മളെ മുന്നിൽ വരുന്നു. ലാഭിക്കാൻ വേണ്ടി, സമ്പാദിക്കാൻ വേണ്ടി നമുക്കുള്ളൊരവസരമാണ്. അതിന് ഏതൊക്കെ നിലക്കുള്ള തയ്യാറെടുപ്പുകൾ, ഏതൊക്കെ നിലക്കുള്ള ജാഗ്രതകൾ അവർ നടത്തുന്നുവോ അതുപോലെ പരലോകത്തിലുള്ള അള്ളാഹുവിന്റെ പ്രതിഫലങ്ങൾ, സൽക്കർമ്മങ്ങൾ നേടിയെടുക്കാനുള്ള മഹത്തായ ഒരു മൗസ്യമാണിത്, സീസണാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അതിൽ മനം നിറഞ്ഞുകൊണ്ടുള്ള സന്തോഷം. അള്ളാഹുവിന്റെ ഫള്, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളായ നമുക്ക് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ, നമ്മളെടുത്ത് വന്ന തെറ്റുകുറ്റങ്ങൾ, വീഴ്ചകൾ, കുറവുകൾ അത് പരിഹരിക്കാൻ തന്ന ഒരവസരം ജീവിതത്തിൽ, വർഷാവർഷത്തിൽ വരുന്നൊരു മാസം, അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്ര വലിയ പ്രതിഫലങ്ങൾ, ഇങ്ങനത്തെ സൽക്കർമ്മങ്ങൾ, ഇങ്ങനത്തെ അവസരങ്ങൾ അത് നേടിയെടുക്കാൻ, അതിൻ്റെ ഒരു ദിവസവും ഒരു സമയവും പാഴാക്കാതെ അത് നമുക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു മാനസികമായ അവസ്ഥ, കഴിവിൻ്റെ പരമാവധി എങ്ങനെയൊക്കെയാണ് അതിൽ സൽക്കർമ്മങ്ങൾ നേടിയെടുത്ത് വർദ്ധിപ്പിക്കാനും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അത് പരിഹരിച്ചുകൊണ്ട് രക്ഷപ്പെടാനും എങ്ങനെയാണ് കഴിയുക എന്ന് പറയുന്ന ആ ചിന്തയോടുകൂടെ ഏതൊക്കെ നിലക്ക് അതിന് തയ്യാറെടുപ്പുകൾ നടത്തണോ, ഏതൊക്കെ നിലക്ക് അതിൽ കഠിനാധ്വാനം ചെയ്യണോ, പരിശ്രമിക്കണോ, ആ പറയുന്ന മനസ്സായിരിക്കണം ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, റമദാൻ മാസം വരുന്നതിന്റെ മുമ്പ് പല ആളുകളും പല തയ്യാറെടുപ്പും നടത്തുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർ തയ്യാറെടുപ്പ് നടത്തുന്നത് ധാന്യങ്ങൾ പൊടിച്ചു വെച്ച്, അതേപോലെ തന്നെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വീടിന്റെ മുന്നിൽ കൂടെ പോരുമ്പോൾ പല വീടുകളിൽ നമുക്കിത് കാണാൻ കഴിയും. അവരെ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ, അത് ചെയ്യണ്ട എന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ ചിലത് കാണുമ്പോൾ റമദാനു ശരീഫ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഭക്ഷണത്തിലുള്ള ഒരു അവസരമായിട്ട് അള്ളാഹു നമുക്ക് നൽകിയതാണ് എന്ന് തോന്നിപ്പിക്കുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ വരും. നാം ഒരുക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറാത്തും ബറക്കാത്തുകളും ആ മാസത്തിൽ നമുക്ക് നൽകും. അതിൻ്റെ പേരിൽ കഠിനാധ്വാനം, അതിൻ്റെ പേരിൽ അതിനു വേണ്ടിയിട്ട് ഒരുപാട് നാം തയ്യാറാക്കേണ്ട ആവശ്യമില്ല. താനും അല്പസ്വല്പം വേണ്ട എന്നോ, ആരും അത് ചെയ്യണ്ട എന്നോ, അതല്ലെങ്കിൽ ചെയ്യുന്നവരെ വിമർശിക്കുകയാണ് എന്നോ ഒന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണ സാധനങ്ങൾ കുറച്ചുകൊണ്ട്, പാനീയങ്ങൾ കുറച്ചുകൊണ്ട് നമുക്ക് ശരീരത്തിനും മനസ്സിനും നമ്മുടെ സൽക്കർമ്മങ്ങൾ, ത്വാഅത്തുകൾ, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിത്തരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ളതിലേറെ അറേബ്യൻ നാടുകളിൽ പല സ്ഥലങ്ങളിലൊക്കെ കുഫാറുകളായ ആളുകൾ അവരുടെ ആഘോഷങ്ങൾക്ക് അവർ ഒരുക്കുന്നത് പോലത്തെ ചില അലങ്കാരങ്ങളും കാര്യങ്ങളും വീടും പരിസരവും അലങ്കരിച്ചുകൊണ്ട് പൂക്കളായിട്ടും അതേപോലെ തന്നെ പല ലൈറ്റുകളും സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് റമദാനിനെ പ്രത്യേകിച്ച് അലങ്കരിക്കുന്ന രൂപം, അത് ദീനുൽ ഇസ്ലാമിന്റെ സംസ്കാരത്തിനും ഈ മാസത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ലക്ഷ്യത്തിനുമൊക്കെ വിരുദ്ധമായ കാര്യങ്ങളാണ്. അതേപോലെ സംഗീതങ്ങളോ ഉത്സവങ്ങളോ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുടെ അമിതമായ ധൂർത്തിൻ്റെയോ ആർഭാടത്തിൻ്റെയോ അനാവശ്യമായ നിലക്കുള്ള ഈ കാര്യങ്ങൾ അത് മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളായ നമ്മൾ തഖ്വ നേടാൻ വേണ്ടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് അതിൻ്റെ പിന്നിൽ കൃത്യമായി അവൻ പറഞ്ഞ ആ ലക്ഷ്യത്തിന് തടസ്സമാകുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അതിന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി കൃത്യമായ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന അവസ്ഥയിലായിരിക്കണം നാം അതിനെ സ്വീകരിക്കാനും എതിരേൽക്കാനും. ആ മാസം വന്നു കഴിഞ്ഞാൽ അതിലുള്ള നമ്മുടെ ഓരോരോ സമയങ്ങൾ, ഓരോരോ അവസരങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഏറ്റവും ആദ്യം ഈ പറയുന്ന റമദാനു ശരീഫ് വരുന്നതിൻ്റെ മുമ്പ് ഓരോ സമയത്തും അടിമകളായ നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് മുന്നേറേണ്ടവരാണ്. ഇങ്ങനത്തെ മഹത്തായ
ഈ ഒരവസരം അതിന് ഏറ്റവും കൂടുതൽ നാം അതിന് തയ്യാറാവുകയാണ് വേണ്ടത്. റമദാൻ എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് മുന്നിടാൻ, പശ്ചാത്തപിച്ച് മടങ്ങാൻ, സൽക്കർമ്മങ്ങൾ കൂടുതൽ ഫർളും സുന്നത്തുമായ സൽക്കർമ്മങ്ങൾ അത് വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. അതിന് തടസ്സമാകുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. കുല്ലു ബനി ആദമ ഖത്താ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. വീഴ്ചകൾ ധാരാളമുണ്ടാകും. നമ്മൾ വിചാരിക്കും ഒരുപക്ഷെ എൻ്റെ അടുത്ത് എന്താണ് തെറ്റ്, എന്താണ് കുറ്റങ്ങൾ എന്ന്. ആ തോന്നൽ തന്നെ തെറ്റാണ്. എൻ്റെ അടുക്കൽ തെറ്റും കുറ്റങ്ങളും ഇല്ല എന്നൊരാളെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ, എന്താണ് എൻ്റെ അടുത്ത് വീഴ്ചകൾ, ഞാൻ പറയത്തക്ക നിലക്കൊന്നും ചെയ്യുന്നില്ല എന്നൊരാളെ മനസ്സിലെങ്ങാനും തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെ തെറ്റാണ്, അത് തന്നെ വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെ നാം പാപികളാണ്, വീഴ്ചകളുണ്ട്, കുറവുകളും പോരായ്മകളുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ അവസരം അതിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. സൽക്കർമ്മങ്ങൾ കൂടുതൽ അത് വർദ്ധിപ്പിക്കുക. ഫർളും സുന്നത്തുമായ സൽക്കർമ്മങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. നോമ്പിന്റെ കാര്യം, അതേപോലെ തന്നെ രാത്രി നിസ്കാരത്തിന്റെ കാര്യം, പരിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ കാര്യം, ദാനധർമ്മങ്ങളുടെ കാര്യം, ഇൽമ് പഠിക്കുന്ന കാര്യം, പഠിപ്പിക്കുന്ന കാര്യം, എല്ലാവർക്കും അറിയുന്ന സൽക്കർമ്മങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞ ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അവിടെ മിമ്പറയിൽ കയറി 3 പ്രാവശ്യം ആമീൻ എന്ന് പറഞ്ഞു. അപ്പൊ സഹാബികൾ ചോദിച്ചു, എന്താണ് റസൂലേ നിങ്ങൾ ആമീൻ 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 എന്ന് 3 പ്രാവശ്യം പറയുന്നത് ഞങ്ങൾ കേട്ടല്ലോ, എന്താണ് ആ പറഞ്ഞതിന്റെ എന്താണ് ഉദ്ദേശം, എന്തുകൊണ്ടാണത് പറഞ്ഞത്? അതിൽപ്പെട്ട ഒരു കാര്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാനു ശരീഫ് ഒരാൾക്ക് ഹാജരാവുകയും അവൻ പവിത്രമായ മുബാറക്കായ ആ മാസത്തിൽ ജീവനോടെ ഉണ്ടാവുകയും അങ്ങനെ ആ മാസം അവനിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടാതെ, പാപങ്ങൾ പൊറുക്കപ്പെടാതെ ഹതഭാഗ്യനായി, അതിനുള്ള കാരണങ്ങളും പരിഹാരങ്ങളും ചെയ്യാതെ ആ മാസം അവനിൽ നിന്ന് പിരിഞ്ഞു പോയാൽ ആ മനുഷ്യന്റെ മൂക്ക് മണ്ണിൽ ചേരട്ടെ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശാപം അവന്റെ മേലുണ്ടായിരിക്കട്ടെ. പല റിവായത്തുകളിലും വന്ന് അള്ളാഹു അവനെ ശപിക്കട്ടെ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരെയാക്കട്ടെ. രക്ഷപ്പെടാൻ, അവന്റെ അടുത്തുള്ള വീഴ്ചകളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നേറാൻ സാഹചര്യം അള്ളാഹു തആല ഒരുക്കി തന്നിട്ട് ഒരു മാസം അതിൽ പവിത്രമായ ഒരു രാത്രി അടക്കം നൽകിയിട്ട് പിശാചുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധിതരാക്കിയിട്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇതാ തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു എന്ന് സന്തോഷവാർത്ത അറിയിച്ചിട്ട്, നരകം നിങ്ങളെ അത് പിടികൂടുകയില്ല, അതിന്റെ കവാടങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടും ആ മാസം കഴിഞ്ഞു പിരിഞ്ഞു പോകുന്ന സമയത്ത് ഈ മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത നിലക്ക് അവൻ വീണ്ടും തെറ്റുകുറ്റങ്ങളിൽ തുടർന്നു പോവുകയും നന്മ വർദ്ധിപ്പിക്കാതെ അവന്റെ വീഴ്ചകൾ, അവന്റെ കുറവുകൾ, പോരായ്മകൾ അത് വീണ്ടും കൂട്ടുകയും ചെയ്ത മനുഷ്യൻ അവൻ പരാജയപ്പെടട്ടെ, അള്ളാഹുവിന്റെ ശാപത്തിന് അവൻ വിധേയനാകട്ടെ എന്ന് പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോ ആമീൻ എന്ന് ഞാൻ പറഞ്ഞതാണ്, ആമീൻ എന്ന് പറഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു സംഭവം, മറ്റുള്ള 1-2 കാര്യങ്ങൾ നിങ്ങൾക്കറിയുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യം നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഞാൻ പറഞ്ഞു, പരിശുദ്ധമായ ഈ മാസം വരുന്നതിൽ എന്തെന്നില്ലാത്ത സന്തോഷം, അതിൽ അള്ളാഹുവിലേക്ക് മുന്നിടണം, നന്മ വർദ്ധിപ്പിക്കണം, എൻ്റെ ജീവിത സാഹചര്യത്തിൽ മാറ്റങ്ങൾ വരുത്തണം, എന്റെ സഞ്ചാരപാതയിൽ തിരുത്തേണ്ടത് തിരുത്തണം എന്നുള്ള ആ മാനസികാവസ്ഥയിൽ മുന്നോട്ടു പോയി തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക. മഹത്തായ മുബാറക്കായ ആ മാസത്തിന് ഞങ്ങൾക്ക് എത്തിച്ചു തരണം. അല്ലാഹുമ്മ ബല്ലിഗ്നാ ശഹ്റ റമളാൻ. അള്ളാഹുവിനോട് ദുആ ചെയ്യ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, സലഫുകൾ പലപ്പോഴും 6 മാസത്തോളം പരിശുദ്ധമായ റമളാനിനെ ഞങ്ങൾക്ക് ഇനി എത്തിച്ചുകൊണ്ട് അള്ളാഹുവേ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ, അതിൽ ഞങ്ങൾക്ക് വിജയം കൈവരിക്കാൻ, ഞങ്ങളുടെ വീഴ്ചകളും മറ്റും അത് തിരുത്തി വീണ്ടും വീണ്ടും പൂർവാധികം ഉയർച്ചയിലേക്ക്, നന്മയിലേക്ക്, സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിട്ടുകൊണ്ട് വിജയത്തിലേക്ക് മുന്നിടാൻ ഞങ്ങൾക്ക് അവസരം കൊണ്ട അല്ലാഹുമ്മ ബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്ന് 6 മാസം. അങ്ങനെ പിന്നെ 6 മാസം ആ റമളാൻ മഹത്തായ നിലക്ക് അത് ഉപയോഗപ്പെടുത്തി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് നന്മ ചെയ്തിട്ട് പിന്നെ അല്ലാഹുവെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് 6 മാസവും അവർ ദുആ ചെയ്യലുണ്ടായിരുന്നു എന്ന് സലഫുകളിൽ നിന്ന് അങ്ങനെ വന്ന അഥറുകളും അങ്ങനത്തെ റിപ്പോർട്ടുകളും നമ്മൾക്ക് അറിയുന്നതാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്കുണ്ട്, ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ ആഫിയത്തോടു കൂടെ ചോദിക്കണം.
പരിശുദ്ധമായ റമദാനെ ഞങ്ങൾക്ക് എത്തിച്ചുകൊണ്ട റമദാൻ വന്ന് നമ്മൾ രോഗിയാണ്, നമ്മൾ ക്ഷീണിതരാണ്, കരുതിയതുപോലെ അർഹിക്കുന്ന നിലക്ക് നമുക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല, അത് നഷ്ടമാണ്. അപ്പൊ ഏതൊരു കാര്യം അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആഫിയത്തോടു കൂടെ പരിശുദ്ധമായ റമദാനെ നീ ഞങ്ങൾക്ക് എത്തിച്ചുകൊണ്ട് അള്ളാഹുവേ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ ഹിഫ്ളിന് എനിക്ക് നീ തൗഫീഖ് നൽകണമെന്ന് ദുആ ചെയ്തിരുന്നിടത്ത് അദ്ദേഹം ആ സമയത്ത് ആഫിയത്തോടു കൂടെ എന്ന് പറഞ്ഞിട്ടുമില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം ഖുർആൻ മഖ്ലൂഖാണ് എന്ന് പറഞ്ഞ ആ സംഭവത്തിൽ ജയിലിൽ കടക്കുന്ന സമയത്താണ് ഖുർആൻ ഹിഫ്ളാക്കിയത്. ആഫിയത്തോടു കൂടെ എന്ന് ഞാൻ ചോദിക്കാത്തത് കൊണ്ട് ഖുർആൻ ഹിഫ്ള് അല്ലാഹു എനിക്ക് തന്നു, പക്ഷേ പ്രയാസം ദുരിതം അന്ന് അനുഭവപ്പെട്ടുകൊണ്ട്. അപ്പൊ ഏത് കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആഫിയത്തോടു കൂടെ അല്ലാഹുമ്മ ബല്ലിഗ്നാ ശഹ്റ റമളാൻ മഅൽ ആഫിയത്തി വസ്സിഹത്തി വസ്സലാമ, അള്ളാഹു ആഫിയത്തോടു കൂടെ ആരോഗ്യത്തോടു കൂടെ സുരക്ഷിതരായിട്ട് താഅത്ത് ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആ റമദാൻ ഷരീഫിനെ നീ ഞങ്ങൾക്ക് എത്തിച്ചുകൊണ്ടാ എന്ന് മനം അറിഞ്ഞുകൊണ്ട് ഹൃദയ സാന്നിധ്യത്തോടുകൂടെ സാദിഖീങ്ങളായിക്കൊണ്ട് അത് നമുക്ക് എത്തിപ്പെട്ടാൽ ഈ പറയുന്ന സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ഫർളും സുന്നത്തുമായത് നന്മകൾ അള്ളാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കിക്കൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നോട്ട് പോകാൻ അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ആഫിയത്തോടുകൂടെ ആ പറയുന്ന മാസത്തിൽ അതില് നോമ്പും അതേപോലെ തന്നെ നിസ്കാരവും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും കുടുംബബന്ധം ചേർക്കലും ദീന് പഠിപ്പിക്കലും മഹത്തായ ഈ മാസത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഖുർആൻ റിവിഷൻ നടത്തൽ, അത് പഠിച്ചുകൊണ്ടേയിരിക്കൽ, പാരായണം ചെയ്തുകൊണ്ടേയിരിക്കൽ, ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പഠിക്കൽ. അപ്പോ റമദാൻ ഷരീഫിൽ ഇബാദത്തുകൾ, ആ ഇബാദത്തിൽ പെട്ടതാണ് ഇൽമ് പഠിപ്പിക്കുക എന്നുള്ളത്. ദീനിൽ നമുക്ക് വിശ്വാസപരമായ കാര്യങ്ങൾ, ആരാധനാപരമായ കാര്യങ്ങൾ, ഇസ്ലാമിന്റെ സ്വഭാവങ്ങൾ, ആദാബുകൾ, മര്യാദകൾ അത് പഠിക്കാനും കൂടി ഈ പറയുന്ന മഹത്തായ മാസം അത് ഉപയോഗപ്പെടുത്തുക. ചില ആളുകൾ ചിലപ്പോൾ പറയും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഹദീസ് പറയുന്നത് നിർത്തിവെച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലേക്ക് മടങ്ങലുണ്ടായിരുന്നു റമദാൻ മാസം എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ഖുർആൻ പാരായണം ചെയ്യലും അത് റിവിഷൻ നടത്തലും ഉണ്ടായിരുന്നു. നമുക്ക് മാതൃകയാക്കാൻ ഏറ്റവും ആദ്യം റസൂൽ അവിടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ റമദാൻ മാസത്തിൽ ശർഈയായ ഇൽമ് പഠിക്കൽ അത്യാവശ്യമുള്ള ആളുകളാണെങ്കിൽ അവർക്കത് പഠിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിന്റെ പണ്ഡിതൻ 11 മാസം ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതനായിരുന്നു, ഇമാമായിരുന്നു. അപ്പൊ ആ 11 മാസത്തിനിലേറെ റമദാൻ മാസം ഖുർആൻ പാരായണത്തിനും അതിന്റെ തിലാവത്തിനും തദബ്ബുറിനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ഇത്രയുള്ളതിൽ മനസ്സിലാക്കാനുള്ളത്. നമുക്ക് നിർബന്ധമായി അത്യാവശ്യമായി പഠിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ പഠിക്കാൻ നമ്മുടെ സമയങ്ങൾ മറ്റുള്ള കാലഘട്ടത്തിലുള്ളതിലേറെ റമദാനിൽ നമ്മൾ ഒഴിവുകളും സാഹചര്യങ്ങളും ഒരുക്കി അതിനും തയ്യാറാകുക. പരിശുദ്ധമായ ഖുർആൻ പഠിക്കുക, അത് തദബ്ബുർ ചെയ്യുക, അതിൽ പറഞ്ഞ ആശയങ്ങളും കാര്യങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കുക, അത് ചിന്തിക്കുക. പാരായണം ചെയ്യുന്നതിനോട് കൂടെ അതിനെക്കുറിച്ചുള്ള ഏറ്റവും അടുത്ത ഒരു ബന്ധം നമ്മൾ നിലനിർത്തുക. ഇതൊക്കെ റമദാൻ മാസത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക, തൗഫീഖിന് വേണ്ടി, സഹായത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ആഫിയത്ത് നൽകാൻ വേണ്ടി. അള്ളാഹുവിന്റെ ഫളലും തൗഫീഖും ഇല്ലാതെ അല്ലാഹുമ്മ ലൗലല്ലാഹി മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സ്വല്ലൈന, അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖും അനുഗ്രഹവും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സന്മാർഗം സിദ്ധിച്ചവരോ തൗഹീദ് ലഭിച്ചവരോ അത് പഠിച്ചവരോ നിസ്കരിക്കുന്നവരോ നോമ്പനുഷ്ഠിക്കുന്നവരോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാകാൻ കഴിയൂല. നമുക്ക് അള്ളാഹുവിനോട് സഹായത്തെ തേട്. നിരന്തരം അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് ബഹുമാനിച്ച് നിഅമത്തായി റഹ്മത്തായി നൽകുന്ന ഈ പറയുന്ന പവിത്രമായ രാപ്പകലുകൾ ഉപയോഗപ്പെടുത്താൻ അതിന് നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള അപാരമായ തൗഫീഖ് സഹായം ലഭിക്കാൻ അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ തൗഫീഖും ഇല്ല എന്നുണ്ടെങ്കിൽ അടിമകളായ നമുക്ക് ഈ പറയുന്ന സൽക്കർമ്മങ്ങൾ, ഈ പറയുന്ന പവിത്രമായ ആദരണീയമായ സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക. അതേപോലെ തന്നെ പരിശുദ്ധമായ റമദാനു ഷരീഫുമായി നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിസ്കാരത്തിൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ, പഠിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ സമയം കണ്ടെത്തുക. റമദാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ
അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളും അത് പഠിക്കാനും അതിൻ്റെ സദസ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സദസ്സുകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി തയ്യാറാകുക. ശരിക്കൊരാൾ ഈ റമദാൻ മാസത്തിൻ്റെ അതിൽ വന്ന ശ്രേഷ്ഠതകൾ, ഫളിലുകൾ, അതിൽ അള്ളാഹു നൽകുന്ന നിഅമത്തുകൾ, അതിൻ്റെ പ്രതിഫലങ്ങൾ അത് കൃത്യമായി ശരിക്കൊരാൾ ചിന്തിച്ചാൽ, മനസ്സിലാക്കിയാൽ അതിൻ്റെ രാപ്പകലുകൾ കൃത്യമായി ആ വ്യക്തി അത് ഉപയോഗപ്പെടുത്താനും ശ്രദ്ധിക്കാനും അവന് കഴിയും. എത്ര വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹു ഇതിൽ വാഗ്ദാനം ചെയ്യുന്നത്. നോമ്പുകാരനാകുന്ന സമയത്തും അതേപോലെ തന്നെ രാത്രി നിസ്കരിക്കുന്നതിന്, ലൈലത്തുൽ ഖദറിന്, ഇതിനൊക്കെ വമ്പിച്ച മഹത്തായ പ്രതിഫലങ്ങൾ ഹദീസുകളിൽ വന്നത് കാണാൻ കഴിയും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഒരാൾ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് നിന്നു. ഈമാനൻ വഹ്തിസാബൻ, അവന് ശരിയായ വിശ്വാസമുണ്ട്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വാഗ്ദാനം ചെയ്ത ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്നതിന് അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ പ്രതിഫലം മോഹിച്ചവനായിട്ട്, ലോകമാന്യമോ മറ്റുള്ളവരെ കാണിക്കലോ മറ്റുള്ള എന്തെങ്കിലും താല്പര്യങ്ങളോ ഇല്ലാതെ ഇഹ്തിസാബൻ, അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചവനായിട്ട്, നിഷ്കളങ്കമായി, മുഖ്ലിസായി, യഥാർത്ഥ വിശ്വാസമുള്ളവനായി ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഒരാൾ നിസ്കാരത്തിൽ നിർവഹിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയത് പൊറുക്കപ്പെടും. കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. ചില പണ്ഡിതന്മാർ പറയുന്നു, കഴിഞ്ഞുപോയ പാപങ്ങൾ ഇങ്ങനത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് പൊറുക്കപ്പെടും എന്നാൽ ചെറിയ പാപങ്ങളെ പൊറുക്കപ്പെടുള്ളൂ, ചെറിയ പാപങ്ങളെ പൊറുക്കപ്പെടുള്ളൂ. മറ്റു ചില ഉലമാക്കൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപാധി വെക്കാതെ പറഞ്ഞ സ്ഥലങ്ങളാണെങ്കിൽ കഴിഞ്ഞുപോയ പാപങ്ങൾ ചെറുതും വലുതും പൊറുക്കപ്പെടും. അവൻ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായിക്കൊണ്ട് ചെറുതും വലുതും പൊറുക്കപ്പെടും. ഇവിടെ പറഞ്ഞ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയത് പൊറുക്കപ്പെടുന്നു. അള്ളാഹും റസൂലും വിശാലമാക്കിയ കാര്യത്തിൽ നമ്മൾ മാത്രം പോയിട്ട് ചെറിയ പാപങ്ങളെ പൊറുക്കപ്പെടുള്ളൂ, വലുത് പൊറുക്കപ്പെടൂല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇത് വിശാലമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. ചില ഉലമാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് ചില സ്ഥലത്ത് റസൂൽ പറഞ്ഞു മജ്തുനിബത്തിൽ കബാഇറു എന്ന് പറഞ്ഞിട്ട്, വൻ പാപങ്ങൾ ഒഴിവാക്കപ്പെടുന്ന പക്ഷം ചെറിയ ദോഷങ്ങൾ പൊറുക്കപ്പെടും. അവിടെ ഉലമാക്കൾ പറഞ്ഞു ചെറിയ പാപങ്ങളെ പൊറുക്കപ്പെടുള്ളൂ, വൻ പാപങ്ങളെ കൂട്ടത്തിൽ പെടൂല. നേരെ മറിച്ച് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഒരാൾ നിസ്കരിച്ചു. ഈ ഒരാൾ നിൽക്കുക എന്ന് പറഞ്ഞ ഇമാമിന്റെ കൂടെ അവൻ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ കൂടി ഇമാം സലാം വീട്ടുമ്പോൾ നിസ്കാരം അവസാനിച്ചാൽ രാത്രി പൂർണ്ണമായി നിസ്കരിച്ചതിന്റെ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കും. രാത്രി പൂർണ്ണമായി നിസ്കരിച്ചതിന്റെ പ്രതിഫലം ഇമാം നിസ്കാരത്തിൽ ആരംഭിക്കുന്ന കൂടെ കൂടി ഇമാം സലാം വീട്ടുന്ന സമയത്ത് ഇമാമിന്റെ കൂടെ സലാം വീട്ടിക്കഴിഞ്ഞാൽ അവർ രാത്രി പൂർണ്ണമായി നിസ്കരിച്ച പ്രതിഫലം ലഭിക്കും. ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി നിസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. അള്ളാഹുവിന്റെ ഫള് വിശാലമാണ്. അള്ളാഹുവിന്റെ റസൂലോട് ഉപാധിയില്ലാതെ പറഞ്ഞ സ്ഥിതിക്ക് ചെറുതും വലുതുമായ പാപങ്ങൾ അവന് പൊറുക്കപ്പെടും. നമ്മളായിട്ട് അത് ഇടുങ്ങിക്കുടുങ്ങിയതാക്കേണ്ട ആവശ്യമില്ല. വമൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാൻ മാസം ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചു പൂർണ്ണമായ ഈമാനോടുകൂടെ. ഈമാൻ എന്നിവിടെ പറയുമ്പോൾ ശിർക്ക് ചെയ്യുന്ന ആളുകൾ വളരെ ഗൗരവത്തോടു കൂടി കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. പട്ടിണി കടന്നു, കഷ്ടപ്പെട്ടു, ഉറക്കൊഴിച്ചു, ദുരിതം സഹിച്ചു, ഈമാൻ ക്ലിയർ അല്ല, ശിർക്കുണ്ട്. അതല്ലെങ്കിൽ ശിർക്കിലേക്ക് പ്രേരിപ്പിക്കുന്ന ബിദ്അത്തുകളും അതേപോലെ തന്നെ ഷിർക്കിന്റെ വസീലകളാകുന്ന ചെറിയ ഷിർക്കും മറ്റതുമായ ബിദ്അത്തുകളും കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ വളരെ ഗൗരവത്തോടുകൂടി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഉപാധി അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈമാനൻ, പൂർണ്ണമായി ഈമാന വിശ്വാസമുള്ളവനായിട്ട്, അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ചവനായിട്ട്, മറ്റുള്ള താല്പര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ലാതെ ആളുകൾ നോമ്പിലും അതേപോലെ തന്നെ ഇബാദത്തിലൊക്കെ ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രതിഫലം കുറക്കാനും ഇതുപോലത്തെ കാര്യങ്ങൾ, ശരീരം നന്നാവാനും കൊഴുപ്പ് കുറയാനും സ്റ്റാമിന കൂടാനും അതിനൊക്കെ ജിമ്മിലും വേറെടുത്തും പോയി പരിഹാരം കാണാനും, ഈ പറയുന്ന ഇബാദത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ലക്ഷ്യം അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൃത്യമായ ആ ലക്ഷ്യം ഈമാനൻ വഹ്തിസാബൻ, വേറൊരു താല്പര്യതയിലില്ല, വേറെ ലക്ഷ്യമില്ല. അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ചവനായിട്ട്, ദുന്യവിയായതല്ല, അതിലേക്ക് ചിന്ത പോകാതെ ആളുകൾ പലതും പറഞ്ഞ് മഹത്തായി സൽക്കർമ്മങ്ങളുടെ വില കുറക്കുന്നത് കാണാം. ഈമാനൻ വഹ്തിസാബൻ, അങ്ങനെ ഒരാൾ നിർവഹിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും.
അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, മൻ യഖും ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമളാൻ മാസം ഒരാൾ ഖിയാമുൽ ലൈൽ നിർവഹിച്ചു. ഇമാമിന്റെ കൂടെ നിർവഹിക്കുക ഏറ്റവും ശ്രേഷ്ഠം അതാണ്. വീട്ടിൽ വെച്ചിട്ടോ കുടുംബത്തിന്റെ കൂടെയല്ല, അത് ഇമാമിന്റെ കൂടെ നിർവഹിക്കാനുള്ള സുന്നത്തായ നിലക്ക് ഭംഗിയായിട്ട് നിർവഹിക്കാൻ സൗകര്യം സാഹചര്യമുള്ള സ്ഥലത്ത് ഇമാമിന്റെ കൂടെ. ഇമാം ആരംഭിക്കുമ്പോൾ നിസ്കാരം ആരംഭിച്ചു, ഇമാമിന്റെ കൂടെ പൂർണ്ണമായി അവൻ സലാം വീട്ടുന്നത് വരെ അവന്റെ കൂടെ നിന്ന് ഒരാൾ പൂർത്തിയാക്കിയാൽ അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുത്തിയാമല്ലേ രാത്രി പൂർണ്ണമായി നിസ്കരിച്ചതിന്റെ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുകയും ചെയ്യും. ഇത്ര വലിയ ശ്രേഷ്ഠതകള്, പ്രതിഫലങ്ങള് ഈ പറയുന്ന ഇബാദത്തുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ നിന്ന് വന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു കാര്യം, വിശുദ്ധമായ റമളാൻ ശരീഫ് വരുന്നതിന്റെ മുമ്പ് എല്ലാവിധ തയ്യാറെടുപ്പുകളും എല്ലാവിധ ഉന്മേഷവും താല്പര്യത്തോടുകൂടെ ആരംഭിച്ച് റമളാൻ വന്ന് കുറച്ച് ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ പിശാച് ബലഹീനരായ നമ്മെ അവനാൽ കഴിയുന്ന നിലക്കുള്ള ഉപദ്രവങ്ങളും വസുവാസുകളും വരുത്തി ചില സംഘർഷങ്ങളും ചില മാനസികമായ പ്രയാസങ്ങളും പരസ്പരമുള്ള ചില വിദ്വേഷങ്ങളും വെറുപ്പുകളും ഉണ്ടാക്കി ഇബാദത്തിന്റെ സ്ഥലങ്ങളിൽ വന്നാൽ ആളുകൾ കൂടിയ സദസ്സിലുണ്ടാകുമ്പോൾ ചില വാക്കുകളിൽ കൂടെ ചില സംസാരത്തിൽ കൂടെ വെറുപ്പുകളും വിദ്വേഷം ഉണ്ടാക്കി ഈ പറയുന്നതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് പുറത്തു ചാടിച്ച് സൽക്കർമ്മങ്ങൾക്കും നന്മകൾക്കും പ്രതിഫലങ്ങൾക്ക് പകരം പാപങ്ങളിലേക്കും അതേപോലെ തന്നെ നഷ്ടങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ചില സ്വഭാവങ്ങളുണ്ടാകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പിനെ നമുക്ക് നിർബന്ധമാക്കിയത് തഖ്വയുള്ളവരാവാനാണ്. തഖ്വയുള്ളവരാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹക്കുകളുണ്ട്, നമുക്ക് അല്ലാഹുവിന്റെ അടിമകളോടുള്ള ഹക്കുകളുമുണ്ട്. അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടി വരും. പിശാച് ചിലപ്പോൾ ചില ആളുകൾക്ക് ദേഷ്യം കൂടെ, ചില ആളുകൾക്ക് അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ വെറുപ്പും വിദ്വേഷവും മറ്റുള്ള ആളുകളോടുണ്ടാകെ അത് പിശാചിന്റെ സ്വഭാവമാണ്. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി മുന്നേറേണ്ട ദിവസങ്ങളും സമയങ്ങളുമായിരിക്കും. പക്ഷേ നമ്മൾ അപകടപ്പെടുത്താൻ വേണ്ടി അവൻ ചില ഏതെങ്കിലും അവന്റെ തന്ത്രങ്ങളോ കുതന്ത്രങ്ങളോ ഉണ്ടാക്കി നമ്മുടെ സ്വഭാവത്തിൽ വെറുപ്പോ വിദ്വേഷമോ അതല്ലെങ്കിൽ ആളുകളോട് ദേഷ്യപ്പെടുന്ന സ്വഭാവമോ ഇതൊക്കെ ചില നോമ്പുകാരാകുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ അവർ പാലിക്കേണ്ട സ്വഭാവങ്ങൾ എല്ലാ സമയത്തും ലാ തഹാസദു വലാ തനാജഷു വലാ തബാഗളു വലാ തദാബറു, പരസ്പരം അസൂയ വെക്കുക, മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്ന നിലക്ക് വല്ല കച്ചവടങ്ങളോ കാര്യങ്ങളോ ഇടപാടുകളോ ചെയ്യേ, പരസ്പരം ദേഷ്യം വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയാതെ കണ്ടു ചിരിക്കാതെ കുശലാന്വേഷണങ്ങൾ നടത്താതെ പിന്തിരിഞ്ഞ് പുറംതിരിഞ്ഞു പോകുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ ആദാബുകൾ. ഈ ആദാബുകൾക്ക് വീഴ്ച വരുത്തുന്ന ഏതെങ്കിലും കാര്യങ്ങൾ റമളാനാകുമ്പോൾ പ്രത്യേകിച്ച് ചില ആളുകൾ തമ്മിൽ നിസ്കരിക്കാൻ വന്ന സ്ഥലങ്ങളിലോ അംഗശുദ്ധി വരുത്തുന്ന സ്ഥലങ്ങളിലോ ഏതെങ്കിലും കാര്യത്തിന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വാക്കുകളിൽ അതേപോലെ തന്നെ പെരുമാറ്റത്തിൽ വെറുപ്പുകളോ വിദ്വേഷം ഉണ്ടാക്കി ഈ നല്ല ലക്ഷ്യം അത് തകർക്കാൻ ശ്രമിക്കുന്നത് പിശാച് ശ്രമിക്കുന്നത് നമ്മൾ ജാഗ്രതയോടുകൂടെ കാണണം. മനുഷ്യരാണ്, ബലഹീനരാണ്. അപ്പോൾ നമ്മൾ നല്ല നിലക്ക് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പിശാച് ഏതെങ്കിലും ഫിത്നകളോ ഫസാദുകളോ ഉണ്ടാക്കി ഈ സൽക്കർമ്മങ്ങൾ അത് തകർത്ത് നന്മകൾ തകർത്ത് അതിൽ പാപങ്ങളും തെറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെറുപ്പുകളും വിദ്വേഷം, ചിലപ്പോൾ ഏതെങ്കിലും മസ്അലയുടെ വിഷയത്തിലോ ചിലപ്പോൾ സൊഫിലെവിടെങ്കിലും ഇരിക്കുന്ന വിഷയത്തിലോ അതല്ലെങ്കിൽ സ്ഥലം പിടിച്ച സ്ഥലത്തോ കാര്യത്തിലോ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എത്ര മഹത്തായ സ്ഥലങ്ങളിലാണെങ്കിൽ പോലും, മക്കയിലും മദീനയിലുമുള്ള പള്ളികളിലൊക്കെ ആണെങ്കിൽ പോലും നോമ്പിന്റെ സമയത്താണെങ്കിൽ ചില ആളുകളുടെ സ്വഭാവം പിശാച് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ചിലപ്പോൾ ദേഷ്യം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് പിശാചിന്റെ തന്ത്രങ്ങളാണ്, അത് നമ്മൾ അപകടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് ഇത് നിർവഹിക്കാൻ തൗഫീഖ് നൽകാൻ വേണ്ടി നിരന്തരം അല്ലാഹുവിനോട്, അത് ആരംഭിക്കുന്നതിന്റെ മുമ്പും നാം അതിൽ കഴിച്ചുകൂട്ടുമ്പോഴും അതിന്റെ പര്യവസാനത്തിലും അത് നിർവഹിച്ചു കഴിഞ്ഞതിന്റെ ശേഷവുമൊക്കെ നല്ല നിലക്ക് പൂർണ്ണമായ നിലക്കാവാൻ വേണ്ടി ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ തൗബയുടെ കാര്യങ്ങൾ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ അതിൽ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ, നിരന്തരം നമ്മൾ ആ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. പിന്നെ മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്നത് ഒരുപാട് വിശന്ന് ഒരുപാട് ദാഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട്
നമ്മളെ പ്രയാസപ്പെടുത്തുക, നമുക്ക് അനുവദനീയമായ വിഭവങ്ങൾ അള്ളാഹു നമുക്ക് തടഞ്ഞു വെക്കുക എന്നുള്ളത് ഒരിക്കലുമല്ല. ഹലാലായ വിഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചത് നോമ്പിനാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിൽ നമുക്കത് അനുഭവിക്കാവുന്നതേ ഉള്ളൂ, നമുക്കത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം തഖ്വല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്ന ആ ലക്ഷ്യം ഒരിക്കലും നമ്മൾ വിസ്മരിക്കരുത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പല ഹദീസുകളിൽ കൂടെ ആ കാര്യങ്ങൾ ഉണർത്തലുണ്ടായിരുന്നു. ഒരാൾ അവന്റെ അവയവങ്ങൾ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താതെ, അവന്റെ ഹൃദയത്തിൽ ദുഷിച്ച ചിന്തകൾ വരുന്നത് അവൻ ശ്രദ്ധിക്കാതെ, നാവിൽ കൂടെ മറ്റുള്ള ആളുകളുടെ ഗീബത്തായിട്ടും നമീമത്തായിട്ടും പരിഹാസങ്ങളായിട്ടും മറ്റുള്ള ആളുകളെ വെറുപ്പിക്കുന്ന വാക്കുകളായിട്ടും അത് വരുന്നത് ശ്രദ്ധിക്കാതെ, കണ്ണിനെയാണെങ്കിൽ ചെവിയെയാണെങ്കിൽ മറ്റുള്ള അവയവങ്ങളെയാണെങ്കിൽ ശ്രദ്ധിക്കാതെ ഒരാൾ അന്നപാനീയങ്ങൾ മാത്രം ഒഴിവാക്കി എന്ന് കരുതി അവന്റെ നോമ്പ് ഉദ്ദേശിച്ച ലക്ഷ്യം അവന് നേടിയെടുക്കാൻ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു. ഒരാൾ കള്ളവാക്കുകൾ, കളവും അതേപോലെ തന്നെ വഞ്ചനാപരമായ വാക്കുകളും തെറ്റായ വാക്കുകൾ അതേപോലെ തന്നെ അതനുസരിച്ചുള്ള പ്രവൃത്തികൾ ഒരാൾ ഒഴിവാക്കാൻ തയ്യാറല്ല. കളവ്, വഞ്ചന, കൈക്കൂലി, അതേപോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ അത് ഒഴിവാക്കാൻ ഒരാൾ തയ്യാറല്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു, അവന്റെ ഭക്ഷണപാനീയങ്ങളെ ഒഴിവാക്കുന്നതിൽ അള്ളാഹുവിന് പ്രത്യേകിച്ചൊരാവശ്യവുമില്ല. നാം ആര് ചെയ്യുന്ന ഏത് ഇബാദത്തിലും അള്ളാഹു ആവശ്യക്കാരനല്ല. പക്ഷേ ഇത് സാധാരണ നമ്മളുടെ ഇടയിൽ സംസാരത്തിലുണ്ടാകുന്ന പ്രയോഗം പോലത്തെ ഒരു പ്രയോഗമാണ്. അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് പരിഗണിക്കുകയില്ല, അർഹിക്കുന്ന പ്രതിഫലം അതിന് ലഭിക്കുകയില്ല. ബഹുഭൂരിഭാഗം ഉലമാക്കൾ പറഞ്ഞു തെറ്റായി കാര്യങ്ങൾ, വാക്ക്, പ്രവൃത്തികൾ സംഭവിച്ചാൽ നോമ്പ് അവൻ്റെത് ബാത്തിലാകുമോ എന്ന് ചോദിച്ചാലില്ല. പക്ഷേ അതിൻ്റെ പ്രതിഫലവും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യവും തീർച്ചയായിട്ടും അതിൽ കുറവുണ്ടാകും. അതിൽ യാതൊരു സംശയവുമില്ല. തഖ്വ എന്ന് പറയുന്നതിൽ കുറവ് പറ്റും. ഈ നോമ്പിന്റെ അത് നിർബന്ധമാക്കിയതിന്റെ ഈ ഒരു അവസരം അള്ളാഹു തന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം തഖ്വയാണ്. അതിൽ തീർച്ചയായിട്ടും കുറവുണ്ടാകും. ഈ തെറ്റുകളും വീഴ്ചകളും ഉണ്ടാകുമ്പോൾ അവനൊരുപാട് കഷ്ടപ്പെട്ടു, അവനൊരുപാട് ഉറക്കൊഴിച്ചു, നിസ്കരിച്ചു, അവൻ ഒരുപാട് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി. പക്ഷേ തെറ്റായ വാക്കുകൾ, പ്രവൃത്തികൾ, ദുഷിച്ച ചിന്തകൾ ഇത് വരുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത പക്ഷം ഈ പറയുന്ന അതുകൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നമുക്ക് നേടാൻ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, ഇമാം അഹ്മദ്, ഇബ്നു മാജ, ഇമാം നസായി പോലത്തവരൊക്കെ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കം മിൻ സായിമിൻ, എത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ' വൽ അതഷ്, മറ്റു റിവായത്തിൽ അവന്റെ നോമ്പിൽ നിന്ന് അവന് വിശപ്പ്, ദാഹമല്ലാതൊന്നുമില്ല. ഒരുപാട് നോമ്പുകാർ അവർ കഷ്ടപ്പെടുന്നു, ഒരുപാട് വിശക്കുന്നു, ദാഹിക്കുന്നു. വകം മിൻ ഖായിമിൻ, എത്ര നിന്ന് നിസ്കരിക്കുന്ന ആളുകളാണ്, ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവൻ ആ രാത്രി നിന്ന് നിസ്കരിക്കുമ്പോൾ ഒരുപാട് ഉറക്കൊഴിച്ചു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ആ വ്യക്തിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. എത്ര ആളുകളുണ്ട് ഇങ്ങനെ. അപ്പൊ നമ്മൾ ഒരിക്കലും ഈ പറയുന്ന ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി കഷ്ടപ്പെടുന്ന, ഉറക്കൊഴിച്ച് നിസ്കരിക്കുന്ന നമ്മൾ അത് മാത്രമായി ശരീരത്തിനെ തകർത്ത് പ്രയാസപ്പെടുത്തി അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളും പ്രതിഫലങ്ങളും നേടാത്ത ഹതഭാഗ്യരായി ഒരിക്കലും നമ്മൾ മാറരുത്. അതേപോലെ ഫസാദിന്റെയും ലലാലത്തിന്റെയും വഴികേടിന്റെയും ആളുകൾ റമദാനു ഷരീഫ് വരുന്നതിന്റെ മുമ്പ് തന്നെ ഈ പറയുന്ന വാർത്താ മാധ്യമങ്ങളിൽ കൂടെ, അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ പോലത്തെ സംവിധാനങ്ങളിൽ കൂടെ തെറ്റായ ഒരുപാട് കാര്യങ്ങൾ അവർ തയ്യാറാക്കി ഒരുക്കി വെച്ചിട്ട് മഹത്തായ പവിത്രമായ അള്ളാഹു ബഹുമാനിച്ചാദരിക്കാൻ വേണ്ടി നമുക്ക് തന്ന ഈ അവസരം പാഴാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് കാണാൻ കഴിയും. ഈ പറയുന്ന സിനിമകളോ അതല്ലാന്നുണ്ടെങ്കിൽ സീരിയലുകളോ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഉപകാരപ്രദമല്ലാത്ത ദീനിലും ദുനിയാവിലും നമുക്ക് ഒരു ഫലവും ചെയ്യാത്ത, എന്ന് മാത്രമല്ല തെറ്റിലേക്കും പാപങ്ങളിലേക്കും കൊണ്ടുപോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പല ആളുകളും കളികളും വിനോദങ്ങളുമായിട്ട് മഹത്തായ ലക്ഷ്യം തകർക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ തയ്യാറാക്കി, അറിഞ്ഞും അറിയാതെയും അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും
മുസ്ലിം ഉമ്മത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രക്ഷപ്പെടാൻ തന്ന ഈ അവസരം തകർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാകും. വളരെ ജാഗ്രതയോടുകൂടെ നമ്മൾ ആ കാര്യത്തിന് കരുതണം. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നൽകിയ മഹത്തായ അവസരം നമ്മളിത് പാഴാക്കാൻ ഒരിക്കലും ഇടവരരുത്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമ ഒരിക്കൽ പറഞ്ഞു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമ ഇദാ സുംത ഫൽയസും സംഉക. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞൊരു അഥറിൽ ഇദാ സുംത ഫൽയസും സംഉക വബസറുക വലിസാനുക. നീ നോമ്പുകാരനാണെങ്കിൽ വെറും ഭക്ഷണപാനീയങ്ങൾ മാത്രം ഒഴിവാക്കിക്കൊണ്ട് തടഞ്ഞു പിടിച്ചു നിൽക്കൽ മാത്രം പോരാ. നീ നോമ്പുകാരനാണെങ്കിൽ ഫൽയസും സംഉക, നിന്റെ കേൾവി നോമ്പനുഷ്ഠിക്കണം, നിന്റെ കാഴ്ച നോമ്പനുഷ്ഠിക്കണം, നിന്റെ നാവ് നോമ്പനുഷ്ഠിക്കണം. ഇതൊക്കെ തടഞ്ഞു നിൽക്കണം. ഇതിലൊക്കെ നോമ്പ് വേണം. അനിൽ കെദിബി വൽ മഹാരിം, കളവിൽ നിന്നിട്ട് അതേപോലെ തന്നെ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് നിന്റെ ഈ അവയവങ്ങൾ മുഴുവനും തടഞ്ഞു നിൽക്കാൻ തയ്യാറാവണം. അതിനൊക്കെ നിയന്ത്രിക്കണം. തെറ്റായ കാര്യങ്ങൾ മുഴുവൻ കാണുന്നു, കേൾക്കുന്നു, പറയുന്നു, ചെയ്യുന്നു, ഇതൊക്കെ ഉണ്ട്, അതോടുകൂടെ നോമ്പുകാരനാണ്. അന്നപാനീയങ്ങൾ മാത്രം കുറച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഒരിക്കലും ആകരുത്. ഖാദിം, നിന്റെ സേവകനെ ഉപദ്രവിക്കുന്നത് പോലും നീ ശ്രദ്ധിക്കണം. കൂടെ ജോലി ചെയ്യുന്നവരോ അതല്ലെങ്കിൽ കൂടെയുള്ള തൊഴിലാളികളോ അതല്ലെങ്കിൽ കൂട്ടുകാരോ നമ്മൾ കൂടെ ജീവിക്കുന്നവരോ കുടുംബങ്ങളോ ഭാര്യമാരോ സന്താനങ്ങളോ ഭർത്താക്കന്മാരോ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഒരു സമയത്തും ഉണ്ടാവാൻ പാടുള്ള നോമ്പിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത വേണം. മഹത്തായ ഒരു മാസം ഈ പറയുന്ന ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിച്ചുകൊണ്ട് ശരീരത്തിലും മനസ്സിലൊരു മാറ്റം ഇതുകൊണ്ടുണ്ടാവണം. തഖ്വ അത് കൈവരിച്ചുകൊണ്ട് മാറ്റമുണ്ടാവണം. വൽയകുൻ അലൈക വഖാറുൻ വസകീനത്തുൻ, നോമ്പുകാരനാകുമ്പോൾ നിനക്കൊരു അടക്ക ഒതുക്കം, അതിൻ്റെ ഒരു ലക്ഷണം, അതിൻ്റെ ഒരു സ്വഭാവ ഗുണം അത് നിന്നിലുണ്ടാവണം. ആ ഒരു മാസം കൊണ്ട് അത് നേടിയെടുത്തിട്ട് സ്വന്തം ശരീരത്തിനെ ഒന്ന് പരിഷ്കരിക്കണം, ഒന്ന് നന്നാക്കണം, വൃത്തിയാക്കണം. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖും സഹായം ഇതിനാവശ്യമാണ്. നമ്മളെല്ലാവരും ബലഹീനരാണ്. വീഴ്ചകളും കുറ്റങ്ങളും തെറ്റുകളും അള്ളാഹുവിൻ്റെ ഹക്കുകളുടെ കാര്യത്തിൽ, സൃഷ്ടികളുടെ ഹക്കിൻ്റെ കാര്യത്തിൽ ധാരാളം കുറവുകളും വീഴ്ചകളും ഉള്ളവരാണ്. നാം അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് ആളുകളുടെ ഹക്കുകളാണെങ്കിൽ അത് അവരോട് പറഞ്ഞു തീർത്ത് കൊടുത്ത് രക്ഷപ്പെട്ടു പോകാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൽ നിന്ന് വന്ന ഒരു സംഭവം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് ഈ വിഷയത്തിലൊക്കെ. എങ്ങനെ ഒരു മനുഷ്യന് ഇതിനൊക്കെ കഴിയും എന്ന് തോന്നും. അദ്ദേഹത്തിൻ്റെ സദസ്സിൽ അന്ധനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ അന്ധനായ, കണ്ണ് കാണാത്ത ഒരാൾ. അപ്പം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അന്ധരായ ആളുകൾക്ക് പ്രത്യേകിച്ച് ചില സ്ഥലത്ത് അങ്ങനെ അവർക്ക് കാണും. ഇമാം ബുഖാരിയുടെ ഹദീസുകൾ കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് മനസ്സിലായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൊണ്ടും കൈകൊണ്ടും അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൊണ്ടൊക്കെ ചില ആംഗ്യങ്ങൾ അദ്ദേഹം അറിയാതെ അന്ധനായ മനുഷ്യൻ ഇങ്ങനെ കാണിക്കുന്നത് ഇമാം ബുഖാരിക്ക് അനുഭവപ്പെട്ടു. അദ്ദേഹം ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പം ഈ രംഗം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആ മനുഷ്യൻ്റെ ആ ആവേശത്തിൻ്റെ ചലനങ്ങൾ അദ്ദേഹത്തിൻ്റെ അവയവങ്ങളിൽ നിന്ന് കണ്ടപ്പോൾ ഇമാം ബുഖാരി പുഞ്ചിരിച്ചു പോയി. പരിഹസിച്ചതൊന്നുമല്ല, ഒരു പുഞ്ചിരി വന്നു. പക്ഷേ അത് ആ മനുഷ്യന് പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് തോന്നിയിട്ട് അദ്ദേഹത്തിനെ കണ്ട സമയത്ത് പറഞ്ഞു, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. എന്തിനാണ് അബു അബ്ദുള്ള ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരേണ്ടി, എന്താണ് പ്രശ്നം? അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ ഹദീസ് പറയുന്ന സമയത്ത് ആ സദസ്സ് ഇരുന്നപ്പോൾ നിങ്ങൾ ഹദീസ് കേട്ടപ്പോൾ നിങ്ങളുടെ ചുണ്ടുകൊണ്ടും കൈകൊണ്ടും കണ്ണിൻ്റെ ഭാഗങ്ങൾ കൊണ്ടൊക്കെ ചില ആംഗ്യങ്ങൾ കാണിച്ചപ്പോൾ എനിക്കൊരു പുഞ്ചിരി തോന്നി നിങ്ങളെക്കുറിച്ച്. അതൊരു പരിഹാസമാകോ എന്ന് എനിക്ക് പേടിച്ച് അതിൽ നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തർജ്ജമയിൽ വന്നൊരു സംഭവമാണ്. അത് നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. ആ മനുഷ്യൻ പറഞ്ഞു, അബു അബ്ദുള്ള നിങ്ങളെക്കുറിച്ച് എനിക്കൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായി മാപ്പ് നൽകിയിട്ടുണ്ട്, നിങ്ങളതിൽ പൊരുത്താണ് എനിക്ക് തൃപ്തിയാണ്. കാര്യം വളരെ ഗൗരവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ അവൻ്റെ അടിമകൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നൽകിയ അവസരങ്ങളാണിത്, ഈ നോമ്പ് എന്ന് പറയുന്നതൊക്കെ. പിശാച് ആ നോമ്പിൽ ചില നിലക്ക് തെറ്റായ നിലക്കുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ മുന്നിൽ കൊണ്ടുവന്നിട്ട് ആ സൽക്കർമ്മങ്ങളെ പോലും തകർക്കാൻ വേണ്ടി ശ്രമിക്കും. വളരെയധികം ജാഗ്രത.
വളരെയധികം കരുതൽ നമുക്ക് അത്യാവശ്യമാണ്. അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹുവിനോട് നിരന്തരം തൗഫീഖിനും സഹായത്തിനും വേണ്ടി നമ്മൾ തേടിക്കൊണ്ടേയിരിക്കണം. നിന്റെ നോമ്പിന്റെ സമയത്ത് വൽയകുൻ അലൈക വഖാറുൻ വസകീന, ഒരു അടക്ക ഒതുക്കം. നോമ്പുകാരനാകുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ലക്ഷണം, അതിൻ്റെതായ ഒരു ഗുണം, ഒരു വിശേഷണം ഉണ്ടാവണം. ഒരാൾ നിന്നെ വന്ന് ചീത്ത വിളിക്കാൻ വേണ്ടി വന്നാൽ പോലും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ഫല്യഖുൽ ഇന്നി സായിമുൻ ഇന്നി ഇംറുഉൻ സായിം, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയാം. തിരിച്ച് പറയാതിരിക്കാനാ പഠിപ്പിച്ചത്. നമ്മുടെ ശരീരത്തിന് നമ്മൾ നിയന്ത്രിക്കാൻ, പരിഷ്കരിക്കാൻ, അതിനെ നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അവസരമാണ്. ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതല, അല്ലേ? അങ്ങനെയല്ലേ ഹദീസിൽ നിങ്ങൾ കേട്ടത്? ഒരാൾ ചീത്ത വിളിക്കുകയാണെങ്കിൽ, നമ്മളോടൊരാൾ വഴക്കിന് വരികയാണെങ്കിൽ ഫല്യഖുൽ ഇന്നി ഇംറുഉൻ സായിം, ഞാൻ നോമ്പുകാരനാണ്, ഞാനിപ്പോൾ പകരം പറയുന്നില്ല, തിരിച്ചു പറയുന്നില്ല എന്നുള്ളത്. അത്രത്തോളം വഖാർ സക്കീനത്ത് വേണം. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, അടക്കും ഒതുക്കും വേണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, വലാ തജ്അൽ യൗമ ഫിത്രിക വസൗമിക സവാ, നിന്റെ നോമ്പിന്റെയും നോമ്പില്ലാത്തയും സമയം ഒരുപോലെ ഒരിക്കലുമാകരുതേ. നോമ്പുള്ള സമയം നോമ്പില്ലാത്ത സമയത്തേക്ക് എല്ലാം ചെയ്തുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും ഒരു കൺട്രോളില്ലാതെ നിയന്ത്രണവും ഇല്ലാതാകരുത്. നോമ്പിന്റെ സമയത്ത് അതിന് അതിൻ്റെതായ ഒരു ക്വാളിറ്റി, അതിൻ്റെതായ ഒരു നന്മ, അതിൻ്റെതായ ഒരു നല്ല സ്വഭാവം, അതിൻ്റെ ഒരു അടക്കം, അതിൻ്റെ ഒരു ഒതുക്കം, അതിൻ്റെതായ ഒരു നല്ല വിശേഷം നിന്റെ അടുത്തുണ്ടാവണം. മഹാനായ സഹാബി നൽകുന്ന നസീഹത്താണ്. മഹാനായ സഹാബി നൽകുന്ന നസീഹത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നോമ്പിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് രണ്ട് കാര്യങ്ങൾ ഊന്നി പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പലപ്പോഴും കേട്ടതുമാണ്. കൂടുതൽ നമ്മൾ ആവർത്തിക്കുന്നതിൽ ധാരാളം ഫായിദകൾ, ഫലങ്ങളുണ്ട്. വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഉത്ബോധനങ്ങൾ അത് ഫലം ചെയ്യും. മുമ്പ് നമ്മൾ കേട്ടതാണെങ്കിൽ, മുമ്പ് കേൾക്കാത്ത പുതിയതൊന്നും ദീനിന്റെ കാര്യത്തിൽ ആർക്കും ഒരാൾക്കും പറയാനുമില്ലതാരും. പരിശുദ്ധമായ റമദാനു ഷരീഫ്, ആ റമദാനു ഷരീഫിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ അള്ളാഹു ഊതി പറഞ്ഞു. അത് നമ്മൾ വളരെ കരുതലോടുകൂടെ തന്നെ അതിനെ പരിഗണിക്കും വേണം. അത് നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. ഒന്ന്, റമദാനു ഷരീഫിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനെ ഇറക്കപ്പെട്ട മാസമാണ്. റമദാനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ട് ഇങ്ങനത്തെ അവസരങ്ങളും ആദരവുകളും നമുക്ക് നൽകിയത് മനുഷ്യ സമൂഹത്തിന്റെ ഹിദായത്തിന്, നിർമാർഗത്തിന് വഴികാട്ടിയായിക്കൊണ്ട് സത്യ അസത്യങ്ങളുടെ ഇടയിൽ വേർതിരിച്ച് മനസ്സിലാക്കി ദിശയും ആശയവും ആദർശവും കൃത്യമായി ക്ലിയറാക്കി നമുക്ക് മനസ്സിലാക്കാനുള്ള പരിശുദ്ധ ഖുർആനെ ഇറക്കപ്പെട്ട മാസമാണത്. ആ ഖുർആനിലേക്ക് നമ്മൾ മുന്നിടുക തന്നെ വേണം. ആ ഖുർആനിലേക്ക് മുന്നിടണം. അത് പഠിക്കാൻ, അത് പാരായണം ചെയ്യാൻ, അതിൻ്റെ മഖ്റജുകളും അതിൻ്റെ വാക്കുകളും അതിൻ്റെ അക്ഷരങ്ങളും ക്ലിയറാക്കാൻ, അതിൽ പറഞ്ഞ ആശയങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കാൻ, അതിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കാൻ, ചിന്തിക്കാൻ നമ്മൾ ഖുർആനിൻ്റെ വക്താക്കളാകണം. പാരായണത്തിൽ മാത്രമല്ല, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്ന ആളുകളാവണം. നമ്മൾ അമൽ ചെയ്യുന്ന ആളുകളാവണം. അതിൽ പറഞ്ഞ അധ്യാപനങ്ങളിലേക്ക്, നിയമങ്ങളിലേക്ക്, പാഠങ്ങളിലേക്ക്, അള്ളാഹുവിൻ്റെ കൽപ്പനകളിലേക്ക് നമ്മൾ മടങ്ങാൻ തയ്യാറാവണം. ഈ ലോകത്തും പരലോകത്തും നമ്മൾക്ക് അഭിവൃദ്ധിയും ഇസ്സത്തും ഖൈറാത്തുകളും ബറക്കാത്തുകളും നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് ഈ ലോകത്തുള്ള മനുഷ്യന്മാരെ, മരുഭൂമിയിൽ ജീവിച്ചിരുന്ന ലോകത്തുള്ള ആളുകൾ, തിരിഞ്ഞു നോക്കാത്ത അറബികൾ, അവർ ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ് ഉയർന്നത്. അതിലേക്ക് അവർ വന്നു എന്നുള്ളതാണ്. അതവർ പഠിച്ചു, ജീവിതത്തിൽ പകർത്തി എന്നുള്ളതാണ്. നാം അതിൻ്റെ വക്താക്കളാകുന്ന പക്ഷം അവർക്ക് നൽകിയതുപോലത്തെ ആദരവ്, അവർക്ക് നൽകിയതുപോലത്തെ ബഹുമാനാദരവ് ഈ ലോകത്തും പരലോകത്തും ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്ക് ആരാ ഖുർആനിലേക്ക് മടങ്ങിയോ അവർക്കത് ലഭിക്കും. അതിൻ്റെ അർത്ഥങ്ങൾ കൃത്യമായി മനസ്സിലാക്കി, ആശയങ്ങൾ മനസ്സിലാക്കി, അത് നിരന്തരം പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിയമങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ തയ്യാറാകുക. റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു ഉണർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ ഖുർആനിൻ്റെത് തന്നെയാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ആളുകൾക്ക് സന്മാർഗം, നേരായ ദിശ കാണിക്കാൻ വേണ്ടി, സത്യ അസത്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, വിവേചിച്ചറിയാൻ വേണ്ടിയിട്ട്, അത് ഈ പവിത്രമായ മാസത്തിൽ റമളാനു ഷരീഫിൽ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കണം. അതിലൽപ്പം ഒരു ഖത്തം തീർക്കുക എന്നുള്ളത് മാത്രമല്ല, അത് പഠിക്കാനും അതിൽ ചിന്തിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മുടെ മനസ്സുകളെ മാറ്റങ്ങൾ വരുത്താനും, ആ പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മുടെ മനസ്സുകളെ മാറ്റം വരുത്താൻ,
ഹൃദയങ്ങളിൽ മാറ്റം വരുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ പ്രകമ്പനങ്ങൾ ശരീരത്തിൽ അത് കാണും. അത് തന്നെയാണ് തഖ്വ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, റമളാനിന്റെ ആയാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന്റെ ഇടയിലാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പ്രേരിപ്പിച്ചു കൊണ്ടുവന്നു. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ ഫല്യസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. ദുആന്റെ കാര്യം അള്ളാഹു എടുത്തു പറഞ്ഞു. നോമ്പിന്റെ ആയാത്തുകൾ പറയുന്നതിന്റെ ഇടയിലാണ് പറഞ്ഞത്. ധാരാളം ഹദീസിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരന് അവന്റെ ദുആക്ക് ഉത്തരമുണ്ട് എന്നുള്ള പ്രോത്സാഹനങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ദീനിലും ദുന്യാവിലും നമുക്ക് വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും നമ്മുടെ ദീനിനും നമ്മുടെ ദുന്യാവിനും സമൂഹത്തിനും ഒരുപാട് കാര്യങ്ങൾ അത്യാവശ്യങ്ങളുണ്ട്. നമുക്ക് നൽകിയ ഈ അവസരം അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ അത് ഉപയോഗപ്പെടുത്തും. അള്ളാഹുവിൽ നിന്ന് ഉത്തരങ്ങളും പ്രതിഫലങ്ങളും അതുപോലെ തന്നെ പരിഹാരങ്ങളും നമ്മൾ നേടിയെടുക്കുക. ആളുകൾ ലോകത്ത് പല ജാതി പ്രശ്നങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പരിഹാരത്തിൻ്റെ കാര്യത്തിൽ ചർച്ചക്കാരാണ്. അതിന് എന്താണ് പോംവഴി എന്ന് അന്വേഷിക്കുന്നവരാണ്. പലതും പറയുന്നതാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. മുഅ്മിനായ മനുഷ്യന്റെ കയ്യിലുള്ള ആയുധം, മുഅ്മിനല്ലാത്തൊരു മനുഷ്യന് ലഭിക്കാത്ത ശക്തമായ ആയുധമാണ് ദുആ എന്ന് പറയുന്നത്. പ്രവാചകന്മാർ അവർക്കുള്ള ആപൽ ഘട്ടങ്ങളിൽ മുഴുവനും ഉപയോഗപ്പെടുത്തിയതാണ് ഈ ദുആ. അവരുടെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ ദുആ. നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങളിൽ, കുടുംബപരമായ കാര്യങ്ങളിൽ, ദീനിൽ, ദുന്യാവിൽ, സമൂഹത്തിന്റെ കാര്യത്തിൽ ഒരുപാട് അത്യാവശ്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിക്കുന്ന പക്ഷേ ഞാൻ വളരെ അടുത്തവനാണ്. അവരുടെ ദുആക്ക് വിളികൾക്ക് ഞാൻ ഉത്തരം ചെയ്യാൻ തയ്യാറുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി നോമ്പുകാരനായി വിശന്ന് വലഞ്ഞ് ദാഹിച്ച് ക്ഷീണിച്ച് തളർന്ന് പിശാചിന്റെ ഓട്ടം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് താഴ്മയിലേക്ക്, ബലഹീനതയിലേക്ക്, നിസ്സഹായതയിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തി നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതിൽ പ്രത്യേകമായ പരിഗണനയുണ്ടാകും. ആ പറയുന്നത് ഈ മഹത്തായ മാസത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിൻ നൽകിയ അവസരങ്ങൾ, ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്ത് പറ്റിപ്പോയ തെറ്റുകുറ്റങ്ങളിൽ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തി മഹാന്മാരായ ഈ സലഫുകൾ പഠിപ്പിച്ചു തന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രത്യേകമായ സ്വഭാവങ്ങളായ സൽക്കർമ്മങ്ങളിൽ മുന്നേറിക്കൊണ്ട് കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് കഴിവനുസരിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നോമ്പാകുമ്പോൾ അതിൻ്റെതായ ഒരു അടക്കവും ഒതുക്കവും, നോമ്പുകാരനാകുമ്പോൾ അതിൻ്റെ ഒരു നല്ല സ്വഭാവവും അത് നേടിയെടുത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ പിന്നിൽ നിശ്ചയിച്ച ആ ലക്ഷ്യം തഖ്വ അത് നേടി അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലങ്ങൾക്ക് അർഹരാകാനുള്ള ശ്രമങ്ങൾ നമ്മിൽ ഉണ്ടാവുക. തുടക്കം മുതൽ ഒടുക്കം വരെ ഈ മഹത്തായ മാസത്തെ അതിനെ എതിരേൽക്കുന്ന, അതിന് സ്വാഗതമോതുന്ന, അതിനെ നമ്മൾ സ്വീകരിക്കുന്ന, അതിനോട് കാണിക്കുന്ന ആദാബുകൾ, മര്യാദകൾ വളരെ ചുരുങ്ങിയ നിലയ്ക്ക് ഈ കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ആ മാസം നമുക്ക് ആഫിയത്തോടുകൂടെ സിഹത്തോടുകൂടെ നമുക്ക് എത്തിച്ചു തരുമാറാവട്ടെ. ഈ പറയുന്ന സൽക്കർമ്മങ്ങൾ അതിൽ നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. ആ പവിത്രമായ മാസം നമ്മിൽ നിന്ന് പിരിയുന്നതിൻ്റെ മുമ്പ് പാപങ്ങളും തെറ്റുകുറ്റങ്ങളും പൊറുക്കപ്പെട്ട് മഹത്തായ പ്രതിഫലങ്ങൾ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയുള്ള സൽക്കർമ്മങ്ങൾ അടക്കമുള്ളത് നേടി വിജയിക്കുന്ന മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.